ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇത്തവണ കൊച്ചിയിൽ നിന്ന് തായ്ലൻഡിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ കുറേ ട്രാവൽ ഏജൻസീനെയൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നു. ഗ്രൂപ്പ് ടൂറിൻ്റെ ഒക്കെ പ്രൈസ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് 36,000 രൂപ വെച്ച് വന്നിരുന്നു. പക്ഷേ ബിലോ 12 ഉള്ള ചിൽഡ്രൻസിന് കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ വരുമായിരുന്നു. എല്ലാം അതായത് ഹോട്ടലിൻ്റെ, അട്രാക്ഷൻസിൻ്റെ ഒക്കെ കൂടി. ടിക്കറ്റിന് നമ്മൾ പൈസ കൊടുക്കണം, വിസയ്ക്കും ടിക്കറ്റിനൊക്കെ നമ്മൾ കൊടുക്കണം. പക്ഷേ ഞങ്ങൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ആയതുകൊണ്ട് നമുക്ക് വിസ വേണ്ടായിരുന്നു. പിന്നെ നേരത്തെ ബുക്ക് ചെയ്യുവാണെങ്കിൽ ടിക്കറ്റിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. ഞങ്ങൾക്ക് പൈസ കൂടുതലായി, കാരണം ഞങ്ങൾ 2 ദിവസം മുന്നേ മാത്രമാണ് ബുക്ക് ചെയ്തുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ഏജൻസിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഒരു ചെറിയ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതാണ് നല്ലത്. കാരണം എല്ലാ അട്രാക്ഷൻസിനും അത്ര വലിയ പൈസയൊന്നുമില്ല. ടാക്സി ആണെങ്കിലും നമുക്ക് ഗ്രാബ്, ബോൾട്ട് ഇതൊക്കെ അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ചെറിയൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് പോകുന്നതാണ് നല്ലത്. ഞങ്ങൾ ട്രാവൽ ഏജൻസി എടുത്തില്ല. ഞങ്ങൾ പ്രൈവറ്റ് ടൂർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ നമുക്ക് നമ്മുടെ സ്കെഡ്യൂൾ അനുസരിച്ച് പോകാൻ പറ്റില്ല. അതല്ല, അവരുടെ സ്കെഡ്യൂൾ അനുസരിച്ച് നമുക്ക് പോകാൻ ഭയങ്കര പാടായിരുന്നു. കാരണം മരിയു എപ്പോഴാണ് ഉറങ്ങി എണീക്കുക, അവളുടെ ടയർഡ്നെസ്സൊക്കെ നോക്കിയാണ് ഞങ്ങൾ പോയത്. പിന്നെ എയർ ഏഷ്യയൊക്കെയാണ് ഞങ്ങൾ തായ്ലൻഡിലേക്ക് പോയത്. പിന്നെ അതിനകത്ത് എക്കണോമി മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ സീറ്റ് സെലക്ഷൻ സാധിച്ചില്ല. കാരണം നമ്മുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ട്രാവൽ ഏജൻസി മരിയയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻകറക്റ്റായിട്ടാണ് കൊടുത്തിരുന്നത്. അതുപോലെ എൻ്റെ പേരും തെറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ലായിരുന്നു. പിന്നെ നമ്മൾ എയർപോർട്ടിൽ ചെന്നതിന് ശേഷമാണ് അവരത് ശരിയാക്കി തന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്ന സീറ്റിൽ നമുക്ക് ഇരിക്കേണ്ടി വന്നു. ആ സീറ്റാണെങ്കിൽ റിക്ലൈനറൊന്നും അല്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ട്രാവലിങ്. അങ്ങനെ തായ്ലൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മരിയുവിന് വീൽ ചെയർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവളുടെ ബഗ്ഗി നമുക്ക് ലഗേജിൻ്റെ അവിടെയാണ് വരുള്ളൂ. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഫ്ലൈറ്റിൽ ചെക്ക് ഇൻ ലഗേജിന് നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ 30 കിലോ ഞങ്ങൾ എടുത്തായിരുന്നു. പിന്നെ ചെക്ക് ഇൻ ലഗേജ് ഹാൻഡ് ക്യാരി ഒരാൾക്ക് 10 കിലോ വെച്ച് എടുക്കായിരുന്നു. പക്ഷേ മരിയനെയും കൊണ്ട് പോകുമ്പോൾ എല്ലാവരും ഹാൻഡ് ക്യാരി ഒക്കെ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഞങ്ങൾ ഭൂരിഭാഗവും ഞങ്ങൾ ചെക്ക് ഇൻ ലഗേജ് തന്നെയാണ് ചെയ്തത്. Booking.com വഴിയാണ് ഞങ്ങൾ ആർഡൻ ഹോട്ടൽ ബുക്ക് ചെയ്തത്. അതിനകത്ത് 2 എക്സിക്യൂട്ടീവ് റൂംസാണ്, സ്യൂട്ടാണ് ഞങ്ങൾ എടുത്തിരുന്നത്. അപ്പോൾ എയ്തും പൊന്നും ഒരു റൂം എടുത്തു, ഞാനും ചേട്ടായും മോളും കൂടി ഒരു റൂം എടുക്കുകയാണ് ചെയ്തത്. ഇതിനകത്ത് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഞങ്ങൾ ചെയ്തിരുന്നത്. ഒരെണ്ണം എക്സിക്യൂട്ടീവ് സ്യൂട്ടും ഒരെണ്ണം എലിവാ വരില്ല എന്നോ. ദേന വെച്ച് ഇവിടെയാ.
ഇതാണ് എക്സിക്യൂട്ടീവ് സ്യൂട്ടാണ് അവർ പറഞ്ഞത്. ബാത്റൂം ഇവിടെ ഇന്നസെന്റാ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത റൂം പട്ടയയിലെ. ഇത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഡൻ ഹോട്ടൽ ആൻഡ് റെസിഡൻസ് എന്നാണ് അതിൻ്റെ പേര്. എക്സിക്യൂട്ടീവ് സ്യൂട്ടാണിത്. 2 അഡൽറ്റിന് ആണ് ഈ റൂം പറഞ്ഞിരിക്കുന്നത്. അതിവിടെ കുക്കറുണ്ട്, ഇലക്ട്രിക് കുക്കറുണ്ട്, പിന്നെ മൈക്രോവേവ്, ഡ്രോവറുണ്ട്, കിച്ചണിൽ ഇതൊന്നുമില്ല. ഇതിനകത്തുണ്ടോ 2 പാനുണ്ട്, ഇതിനകത്തുണ്ടോ ഇതെന്താ, അതൊരു വേസ്റ്റ് ബിന്നാണ്. പിന്നെ വാഷിംഗ് മെഷീനുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കെറ്റില്, കോഫി മേക്കറാണ് തോന്നുന്നത്, പിന്നെ വാട്ടർ, ജ്യൂസ്, പിന്നെ ഒരു പോട്ട്, നൂഡിൽസ്, ഇങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ, ഫ്രഷ് ഫ്രൂട്ട്. ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതെല്ലാം മാറ്റി വെച്ചതാണ്, മരിയതെല്ലാം തട്ടിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രിഡ്ജുണ്ട്. അത്യാവശ്യം വേണ്ടുന്നൊരു ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡൈനിങ് ടേബിളും 2 ചെയർ, പിന്നെ ഒരു സെറ്റി. വലിയ പെപ്പാപ്പിക്ക് അവിടെയും ഇവിടെയും ഇത് തന്നെ മതി. പെപ്പാപ്പിക്ക് ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു കുഞ്ഞു ബാൽക്കണി. ബാൽക്കണി എന്ന് പറഞ്ഞേട്ടായി ബാൽക്കണി വന്നിട്ട് ഇതിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നതിന് ശേഷം ഇതിപ്പോൾ അങ്ങോട്ട് തുറന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അമ്മേൻ്റെ വീഡിയോ എടുക്കാം. ഈ ഹോട്ടലിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇതെല്ലാം. ഇതിൻ്റെ പൂളാണ് താഴെ കാണുന്നത്. അതാണ് ഇതിൻ്റെ പൂള്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ കാണുന്നതാണ് ഇതിൻ്റെ ജിമ്മ്. അതായത് ഈ താഴെ കാണുന്ന ഗ്ലാസ് ഇട്ടിട്ടില്ലേ, അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. ഹോളിഡേക്ക് ഹോട്ടലിൽ വന്നിരുന്നോണ്ട് കൊഞ്ചാൻ പോയിരിക്കുകയാണ് മറിയും. നീ ഇപ്പം തന്നെ കിടന്നുറങ്ങും. മരിയാവുമ്പോൾ ഹോളിഡേക്ക് വരുന്നത് കിടന്നുറങ്ങാന്. ഇത്തവണ വന്ന് കഴിഞ്ഞപ്പോൾ ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫ്ലൈറ്റായിരുന്നു. ഞാൻ അത്രയും ഷോക്കുള്ള ഫ്ലൈറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എയർ ഏഷ്യയിലാണ് ഞങ്ങൾ വന്നത്. ശരിക്കും ഒരു ബഡ്ജറ്റ് ഫ്ലൈറ്റ് തന്നെ. ജസ്റ്റ് പോരാം, ഒന്ന് റിക്ലൈൻ പോലും ചെയ്യാൻ പറ്റാതെ ചെയറും ഒക്കെ ആയിരുന്നു. പക്ഷെ മരിയ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്തപ്പോൾ അവൾ ഉറങ്ങിയില്ലായിരുന്നു. ഇതിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി വന്നിട്ടുണ്ട്. പിടിച്ചെടുക്കാണ്.
ഇതിൻ്റെ പുറത്തേക്ക് പോവാം. ചിക്കൻ മീറ്റ്, നൂഡിൽ സൂപ്പ്, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഫ്രൈ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ ചെയ്ത് തരും കേട്ടോ. ഇതു പൊന്നു ടീഷർട്ട് നനയ്ക്കരുത്, ടുണ്ടുപോകാനുള്ള വേറെ ടീഷർട്ട് ഇല്ല. എല്ലാവരും കുളിപ്പിക്കും, എല്ലാവരെയും കുളിപ്പിക്കും. ഇപ്പൊ നനയ്ക്കും അത്. ആ അവന്റെ നിക്കറ് നനയ്ക്കണം.